ഇവിടെ ഒരുത്തൻ ജോലിക്ക് ചേർന്ന ആദ്യ ദിവസം തന്നെ നല്ല തിളച്ച വെള്ളം ബോസിന്റെ കാലിലേക്ക് ഒഴിക്കുന്നു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബോസിന്റെ കഴുത്തിന് താഴേക്ക് മുഴുവൻ പാരലൈസ് ആയിട്ട് കിടക്കുകയാണ്. അയാൾക്ക് വേദനയോ മറ്റ് സെൻസുകളോ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതാണ് പുള്ളിക്കാരൻ. ബോസിന്റെ മുന്നിൽ വെച്ച് തന്നെ പുള്ളിക്കാരന്റെ സെക്രട്ടറിയെ സൈറ്റ് അടിക്കുക. ബോസിന് കട്ടിങ്ങും ഷേവിംഗും ഒക്കെ ചെയ്യുമ്പോൾ അയാളുടെ ഇഷ്ടം നോക്കാതെ തനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഓരോ സ്റ്റൈലുകൾ ഉണ്ടാക്കി അത് ചെക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള ഓരോ രസികം പണികൾ ചെയ്യുകയാണ് നമ്മുടെ മൊട്ട വേലക്കാരൻ. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ബോസിന് അയാളോട് ദേഷ്യമോ അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയോ ഒന്നും ചെയ്തില്ല. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ കുറവുകളെ ഒരു കുറവായി കാണാതെ ആ കുറവിനുമേൽ സിമ്പതി കാണിക്കാതെ ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെയും കണ്ട് പെരുമാറുന്ന ഒരാളെയായിരുന്നു ബോസ് നോക്കി നടന്നത്. ഈ വേലക്കാരന്റെ പെരുമാറ്റമെല്ലാം അയാളും വളരെയധികം ആസ്വദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സാലറി നൽകി ബോസ് അവനെ ഒപ്പം കൂട്ടുന്നു. സോ സത്യത്തിൽ നമ്മുടെ ബോസിന് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പണക്കാരനായ അദ്ദേഹം ഒരുപാട് അഡ്വഞ്ചറസ് ട്രിപ്പുകൾ നടത്തുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ സ്കൈ ഡൈവ് ചെയ്യുന്ന സമയത്ത് അപ്രതീക്ഷിതമായ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും നട്ടലിനേറ്റ പരിക്ക് മൂലം പാരലൈസ് ആവുകയും ചെയ്തു. സോ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ കണ്ടെത്താനുള്ള ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് വന്നിരുന്നവരെല്ലാം അയാളെ ഇംപ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയാളോട് സിമ്പതിയോടുകൂടി പെരുമാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ആരെയും ബോസിന് ബോധിച്ചില്ല. ആ സമയത്താണ് നമ്മുടെ മൊട്ട അങ്ങോട്ടേക്ക് വന്നതും ബോസ് ഒരു പേഷ്യന്റ് ആണ് എന്നുള്ള രീതിയിലൊന്നും സംസാരിക്കാതെ വളരെ ജോളിയായി ചിരിച്ച് സന്തോഷിച്ചുകൊണ്ട് അയാളോട് പെരുമാറിയതും ആ പെരുമാറ്റം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ബോസ് അവനെ ജോലിക്കെടുത്തത്. ശരിക്കും നമ്മുടെ മൊട്ട ഒരു കള്ളനായിരുന്നു. ജയിൽ ശിക്ഷ കഴിഞ്ഞ് വന്നപ്പോഴാണ് ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്തത്. എന്ത് തന്നെയായാലും ഒരു ബോസ് വേലക്കാരൻ എന്നതിനേക്കാൾ ഉപരി അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി മാറിക്കഴിഞ്ഞിരുന്നു. ചങ്ങായിമാരെ, ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ നിങ്ങൾ കണ്ട ഏതെങ്കിലും മലയാളം തമിഴ് സിനിമയുമായിട്ട് സാമ്യം തോന്നിയോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സിനിമ ഏതാണെന്ന് തീർച്ചയായും താഴെ കമന്റ് ചെയ്യണേ.